ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, നമുക്കറിയാം ജമ്മു ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജമ്മു സർവകലാശാലയ്ക്ക് മുകളിൽ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കാഷ്വാലിറ്റി ഒന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ജമ്മുവിലെ സുരക്ഷാ നിലവിൽ എങ്ങനെയാണ്? കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഉമർ അബ്ദുള്ള ഡൽഹിയിലെത്തിയത്. ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ തന്നെ ഇപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അവിടെ സന്ദർശിച്ചോ? അവലോകന യോഗമോ മറ്റോ അവിടെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഇത് പ്രധാനമായും ആദ്യം തന്നെ ഉമർ അബ്ദുള്ള ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ചെയ്തത്. ഈ ആക്രമണത്തിന് ശേഷം നരേന്ദ്രമോദിയോട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഉചിതമായ നടപടി തന്നെയാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം കാലാകാലങ്ങളായി ഇന്ത്യ നിരന്തരം ചൂണ്ടിക്കാട്ടുന്നതാണ് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഇത്തരത്തിലുള്ള ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുള്ള ആക്രമണം. അതിന് മറുപടി കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ആക്രമണം നടത്തേണ്ടിയിരിക്കുന്നത് ഇവരുടെ ഇന്ത്യയുടെ അതിർത്തി രേഖയ്ക്ക് കേവലം 40 കിലോമീറ്റർ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലായി മുൽക്കയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അവർ ക്യാമ്പുകൾ, പരിശീലന ക്യാമ്പുകളും പരിശീലന കേന്ദ്രങ്ങളും അടക്കം സ്ഥാപിച്ച്, റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളും അടക്കം സ്ഥാപിച്ച് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതാണ് തകർക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പല ഘട്ടത്തിലും ഈ തരത്തിലുള്ള ഈ കാര്യങ്ങൾ തകർക്കാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല, ഈ കാണ്ഡഹാർ വിമാന റാഞ്ചിൽ ഉൾപ്പെടെയുള്ള പ്രതികളായിട്ടുള്ള ആൾക്കാർ, അതിന്റെ ആസൂത്രകരായിട്ടുള്ള ഭീകരവാദികൾ, ഇവരുടെയൊക്കെ ഒരു കേന്ദ്രമായി തീരുന്നത് ഈ പറയുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ഈ പാർലമെന്റ് ആക്രമണത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടിയതും അതിനുള്ള ആസൂത്രണം നടത്തിയതും എല്ലാവരും ഈ കേന്ദ്രത്തിൽ തന്നെയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് ഈ മുംബൈയിൽ നടന്ന താജ് ഹോട്ടലിൽ നടന്ന ആക്രമണം, ഇങ്ങനെയുള്ള ഇന്ത്യ കണ്ടുള്ള ഏറ്റവും വലിയ ഭീകര ആക്രമണത്തിന്റെ എല്ലാം പ്രധാന കേന്ദ്രം ഈ പറയുന്ന ഈ 40 കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന ഈ ഭീകരരുടെ ഈ താവളങ്ങൾ തന്നെയാണ്. അവിടെ തകർക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഉമർ അബ്ദുള്ള കരുതുന്നത്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം, അദ്ദേഹം സ്വയം കാറോടിച്ച് തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിനകം തന്നെ പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുന്നു, ആശുപത്രി സന്ദർശിക്കുന്നു. പൂഞ്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. പൂഞ്ച് എന്ന് പറയുമ്പോൾ അതിർത്തി കേവലം 1 കിലോമീറ്റർ മാത്രമാണ് നിയന്ത്രണ രേഖയിൽ നിന്ന് ഉള്ളത്, മാറി നിൽക്കുന്നത്. അവിടെ വ്യാപകമായി ആൾക്കാർക്ക് ഷെല്ലിങ്ങിൽ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്നവരും അത് ഈ പറയുന്ന അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ജമ്മു തുടങ്ങിയ മേഖലകളിലേക്ക് പോകുന്ന ആളുകളായിരുന്നു. അവർക്കുമെല്ലാം പരിക്കേറ്റു. അങ്ങനെ പൂഞ്ച് ആശുപത്രിയിൽ അദ്ദേഹം പോയി. പക്ഷേ അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള സംവിധാനമാണ്, ആരോഗ്യ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത് എന്നുള്ളൊരു കാര്യം വളരെ വിശദമായിട്ട് തന്നെ വ്യക്തമാക്കിയായിരുന്നു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെ ഈ തീവ്രവാദത്തെ നേരിടാൻ വേണ്ടിയുള്ള നടപടികളെല്ലാം സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ അതിർത്തിയിലുള്ള ജനങ്ങൾ അവർ ഇപ്പോൾ ഒരു പഴയ കാലത്തേക്കാൾ കൂടുതലായിട്ട് ഒരു കേന്ദ്ര സർക്കാരിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുകയും, മാത്രമല്ല ഈ വിഷയത്തെ, ഈ തീവ്രവാദ ആക്രമണം കൊണ്ട് മടുത്തിരിക്കുന്ന ഈ ജനങ്ങൾ അതിന് ഒറ്റക്കെട്ടായി നേരിടണം എന്നുള്ള ഒരു ആഹ്വാനം തന്നെയാണ് അവർ അതിർത്തിയിൽ പല ആളുകളോട് സംസാരിക്കുന്നത് കാണുന്നത്. കാരണം ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ജമ്മു കാശ്മീരിന്റെ പല കേന്ദ്രങ്ങളിലേക്കും നിരവധി ആൾക്കാരാണ്, കോടിക്കണക്കിന് ആൾക്കാരാണ് ഒരു വിനോദ സഞ്ചാരത്തിന് വേണ്ടി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 2.33 ലക്ഷം ആൾക്കാർ, അതായത് ഏകദേശം ഒരു കേരളത്തിന് ജനസംഖ്യയോളം തന്നെ ആളുകൾ അങ്ങോട്ട് എത്തുകയാണ്, കാശ്മീരിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് കാശ്മീരിന്റെ ഒരു സൗന്ദര്യം നുകരാൻ എത്തുന്ന ആളുകൾ എത്തുമ്പോൾ അവിടുത്തെ GDP വളരുന്നു, അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടാകുന്നു, അവർക്കൊരു ജീവിക്കാനുള്ള ഒരു സ്വസ്ഥമായ സൗകര്യം ഉണ്ടാക്കുന്നു. ഇതെല്ലാം തകർത്ത് കളയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഭീകരന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരന്മാരെ അമർച്ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് കാശ്മീർ ഒറ്റക്കെട്ടായിട്ട് തന്നെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ അതിർത്തിയിലായിരുന്നു സംഘർഷം കൂടുതലുണ്ടായിരുന്നത്, വെടിവെപ്പ്, ഷെല്ലാക്രമണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ജമ്മുവിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ജമ്മുവിലെ ആക്രമണം നടത്തിയതിനു ശേഷം അത് ഏശാതെ വന്നതോടുകൂടി ജമ്മു എയർബേസിൽ ഇതിനകം തന്നെ അവർ തകർത്ത് കളഞ്ഞു എന്ന രീതിയിൽ വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. അതുകൂടി പൊളിച്ച് നീക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ആക്രമണം നേരിടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് പലപ്പോഴും അതിർത്തിയിൽ ഇരയായവരെ സന്ദർശിക്കാൻ വേണ്ടി ഗവർണറും മുഖ്യമന്ത്രിയും ഈ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാശ്മീരിൽ കാണുന്നത്.
ശരി, ധനസുബോധ് തുടരൂ.